ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കസ്റ്റഡി അപേക്ഷയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രഭാമണ്ഡലത്തിലെയും രാശിചിഹ്നങ്ങളിലെയും സ്വർണവും കവർന്നു. സോണിയ പോറ്റി കൂടിക്കാഴ്ച രാഷ്ട്രീയ ആയുധമാക്കി CPM. പോറ്റി വിളിച്ചാൽ പോകേണ്ട ആളാണോ അടൂർ പ്രകാശ് എന്ന മുഖ്യമന്ത്രി. അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടില്ലെന്നും പിണറായി. വെള്ളാപ്പള്ളിയുടെ ചതിയൻ ചന്തു പരാമർശം തള്ളി CPM. CPI-CPM ബന്ധം ഊഷ്മളമെന്ന് മുഖ്യമന്ത്രി. CPI എന്ന് പറയുന്നത് ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. ആ പാർട്ടി LDF-ലെ CPIM-നോടൊപ്പം പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിട്ട് തന്നെയാണ്. അതൊരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ്. നല്ല ഊഷ്മളമായ ബന്ധമാണ് മുന്നണി കാര്യത്തിൽ ആ പാർട്ടിയുമായി ഞങ്ങൾക്കുള്ളത്. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിന് ന്യായീകരണം. ബിനോയ് വിശ്വം അല്ലല്ലോ പിണറായി വിജയൻ. പിണറായി വിജയൻ സ്വീകരിച്ചത് പിണറായി വിജയന്റെ നിലപാടാണ്. ബിനോയ് വിശ്വത്തിന് അങ്ങനെ ഒരു നിലപാടുണ്ടാവും. അദ്ദേഹം കാറിൽ കയറ്റിലായിരിക്കും. ഞാൻ കാറിൽ കയറ്റിയത് ശരിയാണ്. അത് ശരിയാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. വെള്ളാപ്പള്ളിക്ക് പിന്തുണ മതനിരപേക്ഷ നിലപാടിന് മാത്രമെന്ന് MV ഗോവിന്ദൻ. പറയേണ്ടത് മാത്രമല്ല പറയുന്നത്, അല്ലാതെ വിവാദമാകുന്ന നമുക്ക് യോജിക്കാൻ കഴിയാത്ത ചില അഭിപ്രായങ്ങളും അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ പറയാറുണ്ട്. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്, യോജിക്കാവുന്ന അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുന്നതിനെ നമ്മൾ സ്വീകരിക്കും, അല്ലാത്ത അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിനെ തള്ളിക്കളയും. ആ സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളത്. വയനാട് ടൗൺഷിപ്പിന്റെ 1ാം ഘട്ടം ഫെബ്രുവരിയിൽ പൂർത്തിയാക്കും. 410 വീടുകൾ പൂർത്തിയാക്കി കൈമാറും. ലൈഫ് ഭവന പദ്ധതിയിൽ 5 ലക്ഷം വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി. 1,24,471 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. കേന്ദ്ര സഹായം വികസിത തിരുവനന്തപുരത്തിനായി ഉപയോഗിക്കണമെന്ന് മോദി. ഇലക്ട്രിക് ബസ് വിവാദത്തിൽ കൊമ്പുകോർത്ത് കോർപ്പറേഷനും സർക്കാരും. നഗരപരിധിക്ക് പുറത്തെ സർവീസ് അനധികൃതമെന്ന് ആവർത്തിച്ച് മേയർ. കരാർ വായിച്ചു നോക്കണമെന്ന് ഗതാഗത മന്ത്രി. രാജ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ വരുന്നു. പ്രഖ്യാപനം നടത്തി റെയിൽവേ മന്ത്രി. ആദ്യ സർവീസ് ഗുവാഹത്തി കൊൽക്കത്ത റൂട്ടിൽ. യാത്ര പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. പുതുവത്സരാഘോഷങ്ങൾക്കിടെ സ്വിറ്റ്സർലൻഡിലെ റിസോർട്ടിൽ അഗ്നിബാധ. 40 പേർ മരിച്ചു. 100-ലേറെ പേർക്ക് പരിക്ക്. അപകട കാരണം വ്യക്തമല്ല. അന്വേഷണം തുടങ്ങി പോലീസ്. Zohran Kwame Mamdani. Zohran Kwame Mamdani. Do solemnly swear that I will support the Constitution of the United States. That I will support the Constitution of the United States. The Constitution of the State of ന്യൂയോർക്കിനെ നയിക്കാൻ ഇനി ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ സൊഹ്റാൻ മംദാനി അധികാരമേറ്റു. സബ്വേ സ്റ്റേഷനിലെ സത്യപ്രതിജ്ഞ ഖുർആൻ തൊട്ട്. ജീവിതത്തിലെ വലിയ ബഹുമതിയെന്ന് മംദാനി.